സംഘർഷം പരിഹരിക്കാൻ 10 മിഷനുകൾ രൂപീകരിച്ച് വനം വകുപ്പ്. വനം വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയും വനം മേധാവിയും പങ്കെടുത്ത ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. വിവരങ്ങളുമായി VS അനു ചേരുന്നു. അനു, അടിക്കടി വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ മനുഷ്യർ കൊല്ലപ്പെടുന്ന സാഹചര്യമാണുള്ളത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് അടിയന്തര യോഗം ചേർന്നത്. ഈ മിഷനുകളുടെ പ്രവർത്തനം ഏത് തരത്തിൽ എന്നുള്ളതാണ് അവിടെ വിശദീകരിക്കപ്പെട്ടത്. ലക്ഷ്മി, സംസ്ഥാനത്ത് വനം വന്യജീവി മനുഷ്യ ആക്രമണങ്ങൾ വലിയ രീതിയിൽ വർദ്ധിക്കുന്നു. കഴിഞ്ഞ 12 മണിക്കൂറിനുള്ളിൽ 4 പേരാണ് വന്യജീവി ആക്രമണങ്ങളിൽ സംസ്ഥാനത്ത് കൊല്ലപ്പെട്ടത്. ഇതിന്റെയൊക്കെ അടിയന്തര പശ്ചാത്തലത്തിലാണ് ഇന്നിങ്ങനെ വനം അഡീഷണൽ ചീഫ് സെക്രട്ടറിയും വനം മേധാവി ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത യോഗം ഇന്ന് വനം ആസ്ഥാനത്ത് നടന്നത്. ഇതിന്റെ ഈ ഒരു യോഗത്തിന് തീരുമാനമായി 10 മിഷനുകളാണ് വനം വകുപ്പ് ഈ വന്യജീവി ആക്രമണങ്ങൾ തടയുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അത് ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി അടിയന്തരമായി രൂപീകരിച്ചിട്ടുള്ളത്. ഇതിൽ അതായത് മിഷൻ റിയൽ ടൈം മോണിറ്ററിംഗ്, അതായത് സംസ്ഥാനത്ത് ഈ എല്ലാ ഡിവിഷനുകളിലും അല്ലെങ്കിൽ ആനത്താരകൾ ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ ഈ വന്യജീവികളുടെ സാന്നിധ്യം, അവയുടെ വഴി, അവർ പോകുന്ന സഞ്ചാരപാത എന്നിവ വളരെ വേഗത്തിൽ കണ്ടെത്തി അതിന്റെ മുൻകൂട്ടിയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏർപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള മിഷൻ റിയൽ ടൈം മോണിറ്ററിംഗ് ആണ് ഒരു പ്രധാന മിഷനായി പറയുന്നത്. മറ്റൊന്ന് മിഷൻ പ്രൈമറി റെസ്പോൺസ് ടീംസ് ആണ്. അതായത് സാധാരണ ഇങ്ങനെ ഒരു വന്യജീവി ആക്രമണങ്ങൾ അല്ലെങ്കിൽ വന്യജീവി ആക്രമണ ഭീതിയൊക്കെ ഉണ്ടാകുമ്പോൾ ഈ RRF അവിടെ വരാറുണ്ട്. പക്ഷേ അതിനു മുമ്പ് തന്നെ അതായത് ഈ ആക്രമണങ്ങൾ പ്രതിരോധിക്കുന്നതിനും അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന്റെ മറ്റു നടപടികൾ സ്വീകരിക്കുന്നതിനും ഒരു സന്നദ്ധ പ്രതികരണ സേന പ്രൈമറി വോളണ്ടറി റെസ്പോൺസ് ടീമുകൾ രൂപീകരിക്കാനും ഇന്ന് ചേർന്ന യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. മറ്റൊന്ന് മിഷൻ ട്രൈബൽ നോളജ് ആണ്. കാരണം ഈ കഴിഞ്ഞ കുറെ നാളുകൾ സാധാരണ ഈ വനത്തിൽ ജീവിക്കുന്ന ഗോത്ര സമൂഹങ്ങളുണ്ട്. അവർ എങ്ങനെയാണ് ഈ പരമ്പരാഗതമായി ഇത്തരം വന്യജീവി ആക്രമണങ്ങളിൽ നിന്ന് അവർ എങ്ങനെയാണ് പരമ്പരാഗത ശൈലിയിൽ അവർ രക്ഷപ്പെട്ടിരുന്നത്, അങ്ങനെയുള്ള അവരുടെ ഈ പരമ്പരാഗത അറിവ് അത് നേടിയെടുക്കുക അല്ലെങ്കിൽ അത് ശേഖരിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി മിഷൻ ട്രൈബൽ നോളജ് എന്ന് പറയുന്ന മറ്റൊരു മിഷൻ കൂടെ ഈ രൂപീകരിച്ചു. അതുകൂടാതെ മിഷൻ ഫുഡ് പൗഡർ ആൻഡ് വാട്ടർ എന്ന് പറയുന്നത്, അതായത് ഈ വന്യജീവികൾക്ക് വനത്തിനുള്ളിൽ തന്നെ ഈ ഭക്ഷണവും ജലവും വെള്ളവും ഉൾപ്പെടെ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ, അതായത് പ്രത്യേക ഈ തടയണകളൊക്കെ സൃഷ്ടിച്ചുകൊണ്ട് അത്തരം കാര്യങ്ങൾ കൂടുതൽ ചെയ്യുക. അതുകൂടാതെ തന്നെ ഈ കുരങ്ങുകളുടെ ആക്രമണം, പന്നികളുടെ ആക്രമണം, പാമ്പിന്റെ ആക്രമണം, ഇങ്ങനെ ഈ വിവിധ മിഷനുകളിലായി ഒരു 10 മിഷനുകളാണ് ഇത്തരത്തിൽ ഈ കൂടുതൽ ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും അല്ലെങ്കിൽ ഈ വന്യജീവി ആക്രമണങ്ങൾ കുറയ്ക്കുന്നതിനും വേണ്ടി ഇപ്പോൾ ഇന്ന് ചേർന്ന അടിയന്തര യോഗത്തിൽ തീരുമാനമായിരിക്കുന്നത്. ലക്ഷ്മി. VS അനു, തിരുവനന്തപുരത്ത് നിന്ന്.